ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലും നമുക്ക് ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ഇതൊരു സാമ്പിൾ പ്രോഗ്രാമാണ്. അറേയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിലും കൂടി ഒന്ന് നോക്കാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് മാർക്സ് എൻട്രി ചെയ്യാനായിട്ട് ചോദിക്കും. ആ മാർക്കിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൂടാതെ ആവറേജിനെക്കാളും ഹയർ ആയിട്ടുള്ള മാർക്സ് ഏതൊക്കെയാണെന്ന് ഡിസ്പ്ലേയും ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പം ആദ്യം ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കാണിക്കുന്നത്, മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. എൻ്റർ ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എത്ര സബ്ജക്ട്സിൻ്റെ മാർക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ വാല്യൂ എൻട്രി ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 6 സബ്ജക്ട്സിൻ്റെ മാർക്കാണ് എൻട്രി ചെയ്യേണ്ടതെങ്കിൽ 6 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 6 മാർക്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. എത്ര നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് അത്രയും ഇൻപുട്ട് നമ്മളിൽ നിന്ന് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ 6 ടൈപ്പ് ചെയ്തുകൊണ്ട് 6 ഇൻപുട്ടായിരിക്കും ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള നമ്പേഴ്സ് ആയിരിക്കും എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ എൻട്രി ചെയ്ത് കൊടുത്ത വാല്യൂസിൻ്റെ ആവറേജ് എത്രയാണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ദ ആവറേജ് ഓഫ് 6, ഈ 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്പറാണ് അവിടെ വരേണ്ടത്. 6 സബ്ജക്ട്സ് 6 എന്നും പറഞ്ഞ് ഇവിടെ ആവറേജ് വാല്യൂ എത്രയാണെന്നോ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ ആവറേജിനെക്കാളും ഹയർ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ള അത്രയും വാല്യൂസും കൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത സെയിം പ്രോഗ്രാം തന്നെയാണിത്. തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജർ വാല്യൂസ് എൻറ്റർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ സം ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ ആദ്യം എത്ര ഇൻറ്റീജർ നമ്പേഴ്സ് ഉണ്ടെന്നത് ചോദിക്കും. അതുകൂടാതെ ആ നമ്പേഴ്സ് എൻറ്റർ ചെയ്യാനും പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സം അല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്, പകരം ആവറേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആവറേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സമ്മ് ഡിവൈഡഡ് ബൈ ഈ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അതിന് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ സമ്മിൽ നിന്ന് നമുക്ക് ആവറേജ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ആവറേജിന് ഡിസ്പ്ലേ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഈ ആവറേജിനെക്കാളും ഹയർ വാല്യൂസ് ഏതാണെന്ന് അതും കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. ഇഫ് ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം പ്രോഗ്രാം തന്നെയാണ്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സബ്ജക്ട്സിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സാമ്പിൾ പ്രോഗ്രാമാണ്. വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അത് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 2 സ്ലൈഡിലായിട്ടാണ് ഞാൻ പ്രോഗ്രാം കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്ലൈഡിൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിലാദ്യം x50 എന്ന സൈസുള്ള ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ മാക്സിമം 6 എന്നൊക്കെ നമ്മളിവിടെ സാമ്പിളായിട്ട് 6 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ് ടു 50 സബ്ജക്ട്സിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അസംഷനിൽ 50 സബ്ജക്റ്റ് വരെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്നുള്ള അസംഷനിൽ 50 ആണ് സൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഡെക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിനുള്ള വേരിയബിളായിട്ട് സമ്മ്, പിന്നെ n നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള n, പിന്നെ ആവറേജും ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സമ്മിനെ ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആവറേജ് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം എൻ്റർ ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിന് n എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അത് അടുത്ത ഇത്രയും ഭാഗം ഡിസ്പ്ലേ ചെയ്യണം. എൻ്റർ ദി മാർക്സ് ഓഫ് ആൾ 6 സബ്ജക്ട്സ്. ഈ 6 എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ആ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ C out എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പം എൻ്റർ ദി മാർക്സ് ഓഫ് ആൾ 6 സബ്ജക്ട്സ് എന്നുള്ള അതുവരെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫോർ ലൂപ്പ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 1 by 1 ആയിട്ട് നമ്മളുടെ എത്ര 6 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതെങ്കിൽ ആദ്യത്തെ 6 ഇൻഡെക്സ് പൊസിഷനിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പോലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ i = 0, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് i less than n. n എന്ന് പറയാൻ കാര്യം നമ്മളിവിടെ 50 എന്നല്ല യൂസ് ചെയ്യേണ്ടത്. 50 എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 50 ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് 50 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, വേരിയബിളാണ്. നമ്മൾ ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് അത്രയും വാല്യൂസ് മാത്രം ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ആ നമ്പർ തന്നെയായിരിക്കും, ആ വേരിയബിൾ തന്നെയായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. i less than n എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ++ i എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം 0 മുതലുള്ള ഇൻഡെക്സ് പൊസിഷനിൽ ഓരോന്നിലായിട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും എത്തിക്കഴിയുമ്പോഴേക്കും ഈ വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്തു. അത് അറേയുടെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്തു. ഇപ്പം 6 ആണ് ഉള്ളതെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ 0 to 5 വരെയുള്ള ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് അടുത്തൊരു ഫോർ ലൂപ്പ്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്ത സെയിം ഫോർ ലൂപ്പ് തന്നെയാണ്. സെയിം ഇക്വേഷൻ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സം ഈക്വൽ ടു സം പ്ലസ് xi എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to ഇവിടെ 6 ആണ് എൻ്റർ ചെയ്ത് എടുത്തത്. അതുകൊണ്ട് 0 to 5 വരെ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഓരോ എലമെൻറ്റ്സും സം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനത്തെ സം എത്രയാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തി വയ്ക്കും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവറേജ് = സം ബൈ n എന്ന് കൊടുത്താൽ മതി. ആവറേജ് എത്രയാണെന്നുള്ള ആൻസർ കിട്ടും.
എന്നിട്ട് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദ ആവറേജ് ഓഫ് 6 സബ്ജക്ട്സ് ആണെന്നും പറഞ്ഞ് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ദ ആവറേജ് ഓഫ് എൻ എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് എൻ കൊടുക്കുന്നു. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് സബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞ് ആവറേജ് എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഈ ആവറേജ് എന്ന് എഴുതിക്കുന്ന പോർഷനിലാണ് ഈ 48 എന്ന വാല്യൂ വരുന്നത്. ഈ 48 എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടെത്തിയ ആ വാല്യൂ ആണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ എൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്കി ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിയായിട്ടല്ല വരേണ്ടത്, നെക്സ്റ്റ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ 48 ഈ ആവറേജ് കഴിഞ്ഞിട്ട് എൻ്റെ എൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തത്. അതും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഇത് അടുത്ത ലൈനിൽ വന്ന് നിൽക്കും. പിന്നെ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത് അടുത്ത ഈ ന്യൂ ബിഗിനിങ്ങിൽ നിന്നായിരിക്കും വരുന്നത്. ദ മാർക്സ് ഹയർ ദാൻ ആവറേജ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ 48-നെക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത് വീണ്ടും ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് അതിൽ ഓരോ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂസ് ആയിട്ട് എടുക്കുന്നത്. i = 0, i less than n, ++ i എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 5 വരെ ആയിരിക്കും അത് വേരി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഫോർ ലൂപ്പ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, xi ഗ്രേറ്റർ ദാൻ ആവറേജ്. അതായത് ഈ ഐ ഇപ്പം സപ്പോസ് ഇപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പം ആദ്യത്തെ ഐ എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ആവറേജ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇൻഡെക്സ് പൊസിഷൻ 0യിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 30 ആണ്. അത് ആവറേജ് എന്ന വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് ആണ് വരുന്നത്. അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഫാൾസ് ആയിരിക്കും. ഉടനെ ഫാൾസ് ആവുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ നേരെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 1 ആക്കുന്നു. 1 ആക്കി ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ട്രൂ ആവുന്നു. പിന്നെ ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ 50 ആണ് വരുന്നത്. ഈ പോർഷൻ്റെ ഈ xi എന്ന് പറയുന്ന ആ പോർഷൻ്റെ അവിടെ 50 ആണ് വരുന്നത്. അപ്പോൾ 50 ഗ്രേറ്റർ ദാൻ ആവറേജ് ആണല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാൽ 48 ഉള്ളൂ. അപ്പോൾ അതെന്താണെന്നാലും 50 ഗ്രേറ്റർ ദാൻ 48 ആണ്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവും. ട്രൂ ആവുകയാണെങ്കിൽ സി ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ 50 എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. xi എന്നുള്ള ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് \t എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ടാബ് എന്ന സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അതും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആക്കുന്നു. 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 37 ആണ്. അപ്പോൾ ആ സമയത്ത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആവും. അപ്പോൾ ആ സമയത്ത് 65 ആണ് വരുന്നത്. ഇൻഡെക്സ് പൊസിഷൻ 3ൽ വരുന്നത്, അതായത് ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2, 3. ഇൻഡെക്സ് പൊസിഷൻ 3ൽ 65 ആണ് വരുന്നത്. അതിവിടെ കമ്പയർ ചെയ്യുമ്പം 65 ഗ്രേറ്റർ ദാൻ 48 എന്ന ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഇവിടെ 65 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. 65ൻ്റെ കൂടെ ഹൊറിസോണ്ടൽ ടാബും കൂടെ വരും. അതുപോലെ തന്നെ 70 കൂടെ ഡിസ്പ്ലേ ചെയ്യും. അടുത്ത ഇതിൽ 70 എന്നതും കൂടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെ 48-നെക്കാളും ഹയർ ആയിട്ടുള്ള, അതായത് ആവറേജിനെക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂസും കൂടെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെയും അത് എടുത്തത് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. ഈ ഓരോ ഇൻഡെക്സ് പൊസിഷനിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂസ് ആയിട്ട് എടുത്തത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. എന്നിട്ടാണ് അത് കണ്ടീഷനുമായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് അറേസിലുള്ള ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ട് നമ്മളെടുത്ത് അത് കമ്പയർ ചെയ്യുന്നതും അത് ഡിസ്പ്ലേ ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഇൻപുട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മളിവിടെ എഴുതി കാണിച്ചത്. അപ്പോൾ ഇതും ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെ മറ്റൊരു സാമ്പിൾ പ്രോഗ്രാം, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്